ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ അല്ലായിരുന്നോ? അപ്പം ഞാൻ സൺഡേയിൽ വൈകുന്നേരമാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. എനിക്ക് ഈവനിങ് കുക്ക് ചെയ്യാനാണ് താല്പര്യം. അപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും വെക്കാമെന്ന്. അപ്പോൾ ഉണ്ണിക്ക് ചെറുതായിട്ട് പനിയൊക്കെ മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഉണ്ണിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ചിക്കൻ കറിയും പൊറോട്ടയും കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ആക്കി തരാമെന്ന്. അങ്ങനെ ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് ചിക്കൻ എടുത്ത് എല്ലാം തണുപ്പിച്ച് നേരെയാക്കി വെച്ചിട്ട് അതിനകത്തോട്ട് ആദ്യം ചിക്കൻ ഫ്രൈക്കുള്ള മസാല ഇട്ട് വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ എടുത്ത് അതിനകത്തോട്ട് മസാലയൊക്കെ ഇട്ട്, മസാലയൊന്നും പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാം, മല്ലിപ്പൊടി അറിയാതെ എടുത്തതാണ്. ആ ഒരു ഫ്ലോയിൽ അങ്ങ് എടുത്തു പോയതാണ്, മല്ലിപ്പൊടി ഇട്ടതൊന്നുമില്ല. അങ്ങനെ ബാക്കി മസാലയെല്ലാം ഇട്ട് കുറച്ച് തൈരും കൂടി ഇട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച്. തൈരിടുന്നത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ തൈരിടുന്നത്. ഈ തൈരിന് പുളിയൊന്നുമില്ല, പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഇടുന്നതാണ്. തൈര് നമുക്ക് നാരങ്ങ നീരും വിനാഗിരിയൊക്കെ ഒഴിക്കാമല്ലോ, അതുപോലെ ഞാൻ തൈരിടും. അത് വേണ്ടാന്ന് എഴുതിയിട്ട് തൈര് ഒഴിക്കും. അതിനുശേഷം ഞാൻ ചിക്കൻ കറിക്കുള്ള ഉള്ളി തക്കാളി എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാമെന്ന് കരുതി. അങ്ങനെ ആദ്യം ഞാൻ കുറച്ച് ഉള്ളി സ്ലൈസ് ചെയ്തെടുത്ത് ഉള്ളി എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത്, കാരണം നല്ലപോലെ കരയാൻ തുടങ്ങിയായിരുന്നു. കണ്ണീരൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്ത്. പിന്നെ ഉള്ളി അടുത്തിരുന്നാലും ഉള്ളി വഴറ്റുന്ന സമയത്തും എല്ലാം എനിക്ക് കണ്ണരിയും. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ നേരെ ഇന്ന് ചട്ടിക്കകത്ത് വയ്ക്കാമെന്ന് എനിക്ക് എന്തോ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്ത് സോട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇടണം, പിന്നെ കറിവേപ്പില ഇടണം. കറിവേപ്പിലയും നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ എല്ലാം കൂടി നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് ഇനി നമ്മളെ സവാളയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് ഒന്ന് അടച്ചങ്ങ് വെക്കണം. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ സോട്ട് ആയിട്ടിരിക്കും. അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോയും കൂടി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ടൊമാറ്റോയും കൂടി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഞാൻ വേറെ രീതിയിൽ വെക്കും, മസാല ഇട്ടിട്ട് ടൊമാറ്റോ ഇട്ട്. പക്ഷേ ഇന്ന് ഞാൻ വേറെ രീതിയിലാണ് വെച്ചത്. ടൊമാറ്റോ ഇട്ട് പിന്നെ അതിനാവശ്യമുള്ള മസാല എല്ലാം എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ പീസ് കഴുകി വൃത്തിയാക്കി വെച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങ് അടച്ച് വെക്കണം. അതിനുശേഷം ഒന്ന് തുറന്നിട്ട് നമ്മൾ അതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ വെള്ളവും കൂടി വെച്ച് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് തിളച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സെമി ഗ്രേവി ആയിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിക്കാൻ സമയമായപ്പോഴത്തേക്ക് അതിനെ പ്ലേറ്റിനകത്തോട്ടൊക്കെ അഴുക്കി കുറച്ച് സാലഡും കൂടി എടുത്തിട്ടുണ്ട്. സാലഡായിട്ട് ഒണിയൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒണിയൻ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഒണിയൻ മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ.